ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈ 5 ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പുതിയ PC വിജ്ഞാനം വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 240/2025 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുന്നത് 3/9/2025 വരെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷനാണ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറാണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സാലറി റേഞ്ച് എന്ന് പറയുന്നത് 27 സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 63 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ് വന്നുള്ളത്. ഡിസ്ട്രിക്റ്റ് വൈസ് വരുന്നത് ഇടുക്കിയാണ്. മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് വൈസിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 to 34 വയസ്സിനിടയിലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് 2/1/1901 മുതൽ 1/1/2006 ഇടയിൽ പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ ഈ ഡേറ്റും ഇൻക്ലൂഡഡ് ആണ് എന്നിവർക്ക് ഇതിൽ ജനിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതിന് തുല്യതായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഇൻഫോം ജോബ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനും എൻട്രൻസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാം. ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് മുസ്ലിം കാറ്റഗറിയിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെൻറ്റിമീറ്റർ കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അതായത് എല്ലാ കാൻഡിഡേറ്റ്സും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. അതായത് 15 മിനിറ്റിൽ 2.5 കിലോമീറ്റർ റൺ ചെയ്തിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻട്രൻസ് ടെസ്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്. ഇത് 8 ഇവൻറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. അതിൽ നിങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിൽ പാസ്സാവുക എന്നുള്ളതാണ് ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവൻറ്റ്സ് ഇതൊക്കെയാണ് വരുന്നത്. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ 1 സ്റ്റാർ സ്റ്റാൻഡേർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 17 സെക്കൻഡ്, 1.0 മീറ്റേഴ്സ് എന്നീ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ലോങ് ജമ്പ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഫിസിക് ആൻഡ് ഐ സൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതിന് വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് ഐയും ലെഫ്റ്റ് ഐൻ്റെ വിഷൻസും ഡിസ്റ്റൻസ് വിഷൻ, ഇനർ വിഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ളതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. യൂണിഫോം ജോബ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും സ്റ്റാൻഡേർഡ് വിഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പൂരിപ്പിക്കണം. ഇത് കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ www.kerala.psc.government എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യതകളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ അപ്ലൈ നൗ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.